ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ടൂർ ആണ്. ഓക്കെ, ഹോം ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ടൊരു ഇതില്ല. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. സോ അതാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി പറഞ്ഞ് നമ്മൾ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹലോ ഗായ്സ്. ഓക്കെ, പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ. ഓക്കെ, വേറൊരു ഇതും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. ഓക്കെ ഗൈസ്, ഇതെല്ലാം അടിയിട്ട് വരലാണ്. ഓക്കെ, ഈ ഇടവഴി കൂടെ കാണുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നമ്മുടെ വീട്ടിൽ. ഓക്കെ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് പറമ്പുണ്ട്. എന്നിട്ട് കാപ്പിയാണ് കേട്ടോ, കാപ്പി ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ, കാപ്പി. പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ മെയിൻ റോഡിലേക്കാണ് എത്തുക. കാരണം അവിടെ എൻ്റെ കസിൻ്റെ വീടുണ്ട്. സോ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് എത്തും. പിന്നെ നമ്മുടെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഒരു വയലാണ്. സോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചൂടുകാലത്ത് വയലിൻ്റെ അവിടെ ഉള്ളവർക്ക് നല്ല ഇതായിരിക്കും, അതായത് സമ്മർ സീസണിൽ നല്ല കാറ്റായിരിക്കും, നല്ല കുളിർമയായിരിക്കും എന്നൊക്കെ. പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ കുറേ വളഞ്ഞു തിരിഞ്ഞൊക്കെ ആയാലും നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താം. എനിക്ക് അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇതാക്കാത്തത്. പിന്നെ ആ ഒരു ഇടവഴിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇത്. പിന്നെ ആ ഒരു സൈഡിൽ നിന്നും ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് വലുതായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. കാരണം അങ്ങനെ പെട്ടെന്നൊരു ഇത് കാണില്ല, കാരണം ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ ഗൈസ്, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ വീട് അതിൻ്റെ സൈഡിൽ കൂടെ വരമ്പിൽ കൂടെ എല്ലായിടത്തോടെ ഫുള്ള് പച്ചയാണ് ഗൈസ്. എല്ലാ വീട്ടിലും ചിലപ്പോൾ അതുണ്ടാവുമായിരിക്കും, അതെനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. സോ കണ്ടല്ലോ, ഈ ഇടവഴി കൂടെ മൊത്തത്തിൽ പച്ചയാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ വീട്. ഇത് ചെറുതാക്കാൻ പറ്റുമായിരിക്കും, ഒറ്റ ഒരു ക്ലിപ്പിലായിട്ട് കാണിക്കരുത്, ചെറുതാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പിന്നെ സൈഡിലേക്ക് ഇതൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഒരറ്റം മുതൽ പിന്നെ അങ്ങേ അറ്റം വരെയാണ് കേട്ടോ അപ്പോൾ പോയത്. എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വീടിനെക്കുറിച്ചുള്ള എല്ലാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരണമല്ലോ. ഓക്കെ, കാർ പോർച്ച് ഇതാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കവറ് സജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്, അതാണ്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ക്രിസ്മസിൻ്റെ ട്രീ ഇല്ലേ, അതേപോലത്തെ ഒരു ഡെസിഡിയസ് ട്രീ ആണെന്നാണ് തോന്നുന്നു ഇതിൽ പറയുന്നത്, എനിക്കറിയില്ല. അത് കോണിഫറസ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിലേതോ ഒരെണ്ണമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ല ഷേപ്പാക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ആ ഒരു ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തും, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഈ വീഡിയോയ്ക്ക് തന്നെയുണ്ട്. പിന്നെ ഇതും ഞാൻ നേരത്തെ കാണിച്ചു തന്ന പറമ്പിൻ്റെ ബാക്കിയാണ്. പിന്നെ എൻ്റെ അനിയത്തി അവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ കാർ പോർച്ചിൻ്റെ ഏരിയ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് വരും. സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഉമ്മറം. പിന്നെ മലയാളത്തിൽ വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മുമ്പശം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പേര്, വേറെ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആ കാല് കാണിച്ചത് വലത് കാല് വെച്ച് കയറാനുള്ള ഇതാണ് കേട്ടോ കാണിച്ചത്, വെറുതെ ജസ്റ്റ് ഒരു ഫണ്ണാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഏരിയ മൊത്തം ഈ മരം അതായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഫ്രണ്ട് മൊത്തത്തിലൊരു മരത്തിൻ്റെ ടച്ചപ്പാണ്. ആ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ കണ്ടില്ലേ, ഫുള്ളും മരം വെച്ചിട്ടാണ്. പിന്നെ 2 പില്ലറുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ളതും ഇതൊക്കെയാണ് കേട്ടോ. സാധാരണ പിന്നെ എല്ലാം മുക്കും മൂലയും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ആരും ഒന്നും തോന്നരുത്. ഓക്കെ, എന്നോട് ക്ഷമിക്കണം. പിന്നെ നമ്മൾ പള്ളിയിലുമൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ചെരുപ്പ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം വെക്കാറ്. പിന്നെ നമ്മൾ ഇവിടെ എൻട്രൻസ് ചെയ്തു നമ്മൾ ലിവിങ് ഹാളിലേക്കാണ്. നമ്മൾ ഹാളെന്നും പറയും കേട്ടോ, അപ്പോൾ നമ്മൾ ലിവിങ് ഹാളിലേക്കാണ്. പിന്നെ ഞാൻ ഉള്ള ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്തതെങ്കിലും ഞാൻ ലൈറ്റ് വരെ ഇട്ടിട്ടുണ്ട് ഗീസ്, അതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സോഫയാണ്. പിന്നെ നമ്മുടെ സീലിംഗ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ സീലിംഗ്
കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞാൻ ഫാനിട്ടു കേസ്. അതാണ് ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ടീപ്പോയ് ഉണ്ട്. പിന്നെ അതൊരു ഓർഗനൈസറാണ്. അതെൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. പാവം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അവൾ ആകെ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ്, ഇനി 3ലേക്ക് അവൾ കയറും. ആ ഒരു പ്രായത്തിൽ തന്നെ അവൾ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. ചിലവർക്കത് വലിയ കാര്യമാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിൽ നിന്ന് തെന്നി മാറി. ഓക്കെ, അതാണ് നമ്മുടെ സോഫ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ TV ആണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ക്രിസ്ത്യൻസിനൊക്കെ അത്യാവശ്യം റിലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ വീട്ടിലുണ്ട്. ആ രൂപക്കൂട് അങ്ങനെ എന്തോ ആണ് പറയുന്നതിന്. ഓക്കെ, ഇത് ആരൊക്കെയെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ജീസസിൻ്റെ ഫാദർ വിശുദ്ധ ജോസഫ്, പിന്നെ വിശുദ്ധ മേരി, പിന്നെ ജീസസ്. ഓക്കെ, പിന്നെ ഈ ഒരു കബോർഡിൽ ബൈബിളും ഉണ്ട് കേട്ടോ. അവിടെ ഈ ഒരു കബോർഡിൽ ഇങ്ങനെ വെള്ളമാണ്, ഈ വെഞ്ചിരിച്ച വെള്ളം. അതായത് നമ്മൾ പള്ളിയിൽ നിന്ന് അച്ഛൻ വെഞ്ചിരിച്ച വെള്ളമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ കേട്ടോ, കമൻറ്റിലായിട്ട് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ആ സൈഡിലുള്ളത് ഒരു ബൈബിളും പിന്നെ കുറച്ച് ഫയൽസാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല, പക്ഷെ അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അറിയാവുന്നത് മാത്രം. ഓക്കെ, ഇതാണ് ആ ഒരു കറക്റ്റ് രൂപത്തിന് താഴെ വരുന്ന 2 ഇത്. പിന്നെ ഈ സൈഡിലായിട്ടും ഒരു ഫ്ലവർ വേസ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലവർ വേസ് ആയിരുന്നു. ഓക്കെ, അത് കുറേ വർഷങ്ങളായിട്ടോ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, പേരെ കയറിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു 3 തട്ട് നേരെ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു തട്ടിൽ അത് ഞാൻ കളറടിച്ച് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ഇതിപ്പം നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ്, ലിയോ 14 മാർപ്പാപ്പ. പിന്നെ അവിടെ ഇത് പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്, എനിക്ക് കൈ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ ഇങ്ങനെ ഓരോ രൂപങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുരിശും 2 ഇതുണ്ട്. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ. ഇതും എൻ്റെ അച്ഛൻ്റെ മദർ, ഗ്രാൻഡ് ഫാദറിൻ്റെ മദർ. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അമ്മ. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അച്ഛൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയെന്ന് തോന്നും. അത് കഴിഞ്ഞൊരു ഫ്ലവർ വേസും പിന്നെ ഒരു തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ ആ ഒരു ഏരിയ. ഞാൻ അവളുടെ അടുത്ത് മാറാൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സൈഡിൽ. ഓക്കെ, അതാണ് ഏരിയ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ സർക്കിൾസിൻ്റെ ഇത് കണ്ടല്ലോ, അല്ല രൂപക്കൂട്ടിൻ്റെ സാധനം കണ്ടല്ലോ. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് 4 കള്ളിയിലുണ്ട്. ആദ്യത്തെ കള്ളിയിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാനപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പം നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇത് ഇവിടെ ഗ്ലാസ് ആയിരുന്നു. അപ്പം നമ്മൾ ഒരു ചിത്രം ഒട്ടിച്ചതാണ് കേട്ടോ, പപ്പ ഒട്ടിച്ചതാണ്. ഓക്കെ, അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. പിന്നെ ഈ ഇടയിൽ നമ്മുടെ കാറ്റഗറ്റിസത്തിൻ്റെ, അതായത് വേദപാഠത്തിൻ്റെ ഓരോ ഐറ്റംസാണ്, ബുക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കള്ളിയിലും ഒരു ക്ലോക്കും ഒരു ഹെൽമെറ്റുമാണ്. ആ ക്ലോക്ക് ഓടും, പക്ഷെ നമ്മൾ അതായത് വർക്കാവും, പക്ഷെ നമ്മൾ വാളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് വർക്കാവത്തില്ല. എന്താണെന്നറിയില്ല, കാണിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിൽ കുറേ അൽക്കുലത്തെ സാധനങ്ങളും ഒരു സ്റ്റാറും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ലൈറ്റ് ഇടാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു രൂപക്കൂടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ഞാൻ ആ രൂപക്കൂടിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സൈഡിലാണ് നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ എല്ലാം അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഓക്കെ, എല്ലാവരുടെ വീട്ടിലും കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മൾ നേരെ വരുന്നതും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമിലേക്കാണ്. അതായത് എൻ്റെ പപ്പ മമ്മി എന്നാണ് ഞാൻ വിളിക്കാറ് അവരെ. ഓക്കെ, നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ ഉള്ള പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പെട്ടിയിലേക്ക് കിടക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ബെഡിലേക്കാണ്. അപ്പോൾ ബെഡ് പിറ്റീൻ്റെ സൈഡിലേക്കാണ്, മറ്റേ സൈഡിലും ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മേലെ പപ്പേൻ്റെ ക്ലോത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പെട്ടിയാണ്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് വേറൊരു പെട്ടിയുണ്ട് കേട്ടോ. മൊത്തത്തിലുള്ള എല്ലാ കളിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റായിട്ട് വേറൊരു, അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എബോട്ട് ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു കമ്പിയഴയുണ്ട്. കമ്പിയഴ മീൻസ് എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഷെൽഫുണ്ട്. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് കൈയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, ഒരു വിരൽ അങ്ങോട്ട് താന്നു പോയി നമ്മൾ വീഡിയോ എടുക്കുമ്പം.
ഒരു കൈ താഴെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. സോ അതുകൊണ്ട് അങ്ങനെ താന്നു പോയി പെട്ടെന്ന് അങ്ങോട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയാണ് നമ്മുടെ ഈ വിൻഡോൻ്റെ സൈഡിലൊക്കെ അങ്ങനെയാണ്. പിന്നെ മറ്റേ സൈഡിൽ വെറുതെ ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ സ്റ്റെയർസിൻ്റെ ഒരു കോണിപ്പടി എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ പോകുന്നിടത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് പോണത്. ഓക്കെ, ഇതിൽ താഴെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതിൽ കൂടെ പോകുമ്പം നമുക്കൊരു ടോയ്ലറ്റ് കാണാം. അത് ഗസ്റ്റ് ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗസ്റ്റ് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം ദേ ആർ യൂസിങ് ദിസ്. ഓക്കെ, അവരിതാണ് ഉപയോഗിക്കാറ്. പിന്നെ നമ്മളും വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും. അത് റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഐക്കോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അവിടുന്ന് ഒരു വിൻഡോ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. പിന്നെ ഇതിൻ്റെ താഴെ 2 ചെരുപ്പുകളുണ്ട്. സ്റ്റൂളിൻ്റെ മേലെ എപ്പോഴും പാ വെക്കും. എന്നല്ല ഇതിന് പറയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലായിട്ടും നമുക്കൊരു സിങ്കിൻ്റെ ഏരിയ കാണാം. അതായത് വാഷിംഗ് ബേസിൻ്റെ ഒരു ഏരിയ. അവിടെ ഒരു മിററുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഹാൻഡ് ലോഷൻ്റെ സാധനം, പിന്നെ സിങ്കും, പിന്നെ സൈഡിലതും. അതിൻ്റെ മേലിൽ നമ്മൾ വെക്കാറുണ്ട്. പിന്നെ ക്ലോത്ത് ടവലും. പിന്നെ അതിൻ്റെ താഴെ 2 കബോർഡ്സ് ഉണ്ട്. അപ്പം അതിനകത്ത് എന്തൊക്കെയൊക്കെ വെക്കാറെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. ഓക്കെ, അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇനി ഞാൻ പോകുന്നിടത്ത് മൊത്തം ലൈറ്റ് ഇട്ട് വെച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്നിടത്ത് മൊത്തം ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ലൈറ്റ് ഓഫാക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിലുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ഞാനിത് ഒരു തവണ പറഞ്ഞു തോന്നുന്നു. ഓക്കെ, അപ്പം മൊത്തത്തിൽ പെട്ടെന്നൊരു റിഫ്രഷ്മെൻറ്റ് പോലെ എല്ലാം ഒന്ന് കാണിച്ചു പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരെ അവിടെ നിന്ന് വരുമ്പം നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് എത്തും. ഓക്കെ, ഡൈനിങ് ഹാൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പോകുന്നിടത്ത് ഫാൻ ഇടുന്നുണ്ട്, കാരണം നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഡൈനിങ് ഹാളിൽ 1-2 ടേബിൾസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോൾ ബോൾസും കുറച്ച് പേബിൾസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ വെച്ചേക്കുന്നത് ടൂത്ത് പിക്കല്ല, ബാംബൂ സ്റ്റിക്ക് മുറിച്ചിട്ടുള്ളതാണ്. ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചതാണ്. പിന്നെ ഒരു കാലണ്ടറും ഒരു ക്ലോക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോക്കേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ സോക്കേഴ്സ് അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം പറയാറ്. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഷോക്കേസിൻ്റെ ഇത് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ കിട്ടിയ സമ്മാനങ്ങൾ, സർട്ടിഫിക്കറ്റ്സ്, റിപ്പോർട്ട് കാർഡ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സയൻസ് എക്സിബിഷനിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനങ്ങൾ, അതും സയൻസ് എക്സിബിഷനിലാണ്. അതിനിടയ്ക്കൊരു ഫോട്ടോ ഉള്ളത് എനിക്ക് സമ്മാനം കിട്ടിയതാണ്. പിന്നെ എൻ്റെ അനിയത്തി ചെറുതായിരുന്നപ്പോഴുള്ള ക്യൂട്ട് ഫോട്ടോയാണ്. പിന്നെ ഇത് ഞാൻ ചെറുതായിരുന്നപ്പോഴുള്ള ഫോട്ടോയാണ്. പിന്നെ അവിടെ സമ്മാനങ്ങളുണ്ട്. എൻ്റെ ആദൂർബാൻ്റെ സ്ഥലം അപ്പുറത്തുമുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെയും അച്ഛൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു ഫോട്ടോ ആണ് കേട്ടോ, ഒരു ഫോട്ടോ. പിന്നെ അവിടെയും എൻ്റെ സമ്മാനങ്ങളുണ്ട്. ഓക്കെ, 2 ടോയ്സ് ഉണ്ട്. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ സമ്മാനങ്ങളുടെ ഏരിയ. പിന്നെ ഞാൻ ചന്ദ്രയാൻ്റെ ഇപ്പുറത്തുള്ളത് ഒരു ആദൂർബാനിൻ്റെ സാധനമാണ് കേട്ടോ, ഫസ്റ്റ് ഹോൾ കമ്മ്യൂണിൻ്റെ. പിന്നെ ആ ഒരു ഏരിയ മൊത്തത്തിൽ എൻ്റെ സമ്മാനമാണ്. മൊത്തത്തിൽ സമ്മാനം എന്ന് മാത്രമേ പറയാൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ ഈ ഓണത്തിലൊക്കെ മത്സരിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ അമ്മ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ അവിടെ മൊത്തം ടോയ്സ്, പിന്നെ അന്ത്യത്താഴത്തിൻ്റെ ഫോട്ടോയുണ്ട്. പിന്നെ ഒരു വിശുദ്ധൻ്റെ ഫോട്ടോയുണ്ട്. സെബസ്ത്യാനോസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജ് ഞാനത് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതെന്നാണ് കേട്ടോ, വെറുതെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂം. ഓക്കെ, ബെഡ്റൂം ഫസ്റ്റ് തന്നെ നമ്മുടെ ബെഡ് ഞാൻ പറഞ്ഞല്ലോ വെറുതെ ക്ലീൻ ചെയ്ത് മാത്രം ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇവിടുത്തെ ഷെൽഫ്, പിന്നെ സൂട്ട് കേസ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഓരോ ബോക്സ് ഉണ്ട്. ഫോണൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉള്ള ബോക്സ്, അതിനകത്ത് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു കമ്പി അഴയുണ്ട്. അങ്ങനെ നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന ഒരു കമ്പി അഴ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു ഷെൽഫ് എന്ന് തന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ ഐ ഡി കാർഡുകളൊക്കെ ഉണ്ട്. ഞാൻ ചെറുപ്പം മുതലുള്ള ഓരോ ഐ ഡി കാർഡുകളും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇത് 6ത്തെ ആണ്, പിന്നെ 1ത്തെ ഉണ്ട്, 5ത്തെ ഉണ്ട് കണ്ടോ, 5ത്തെ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഉണ്ട്, അവളുടെ UKG അല്ല 1ത്തെ
യു കെ ജിയിലെ ഫോട്ടോ ആണ്, അത് ഒന്നിലേക്ക് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഉടമ്പടി സ്ഥലം. ഇതെന്താണെന്ന് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ. അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണം. അപ്പം അങ്ങനെ അമ്മ ഒരു സ്ഥലം റിക്രിയേറ്റ് ചെയ്തതാണ് അത്. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്നത് ഉടമ്പടി സ്ഥലം എന്നാണ്. ഇത് അവിടുന്ന് കിട്ടിയ ബുക്ക്, പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയൊരു ബുക്കുണ്ട്, ബൈബിള്, പിന്നെ ഇത് വചന ബുക്കാണ്. വചന ബുക്ക് എന്നാണ് അമ്മ പറയാറ്. നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുമ്പോൾ ഓരോ വചനവും അമ്മ അതിനകത്ത് നോട്ട് ചെയ്തിടും. പിന്നെ ഈ 3 ക്യാൻഡിൽസ് ഞാൻ ഉണ്ടാക്കിയ ക്യാൻഡിൽസാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു പേനയൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടി. ഇത് നമ്മുടെ കൃപാസനത്തിൽ മാതാവിൻ്റെ സ്റ്റാച്ചു ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിന്ന് കിട്ടിയത് നമ്മൾ നിയോഗത്തിരിയാണ്. ഞാൻ പോയിട്ട് വാങ്ങിച്ചായിരുന്നു, ഞങ്ങളെ പോയിട്ട് നോക്കിയായിരുന്നു. പിന്നെ ആ ഒരു തിരി, പച്ചത്തിരി, നമ്മൾ രാത്രിയിലും ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് തിരി കത്തിച്ച് വെച്ചിട്ട് വേണം. പിന്നെ കൃപാസനത്തിൻ്റെ ഉപ്പ്, തൈലം, തേൻ, ഇത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നീലത്തിരി. അത് രാവിലത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉള്ള കത്തിക്കാനുള്ള തിരിയാണ്. അത് കഴിഞ്ഞാൽ അത് എൽറൂഹയിലെ തേനാണ് കേട്ടോ, അതെൻ്റെ ആൻറ്റി കൊണ്ടു തന്നതാണ്. പിന്നെ ഉടമ്പടി തിരി, പിന്നെ ഇതും, പിന്നെ അതൊക്കെ ഫോൺ ഓർഗനൈസറാണ്. അതിൽ നിന്നൊരു ഓർഗനൈസർ എടുത്ത് പിന്നെ ഞാൻ വീഡിയോ എടുത്തു, കാരണം കൈ നല്ല കടയുന്നുണ്ടായിരുന്നു, ഓക്കെ, കൈ കുഴഞ്ഞു പോയി, അതങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അത് ഈ ഒരു സ്ഥലം ഫ്രീ ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നിട്ട് ഓടിപ്പോയിട്ട് ഫാൻ ഇട്ടു കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്, ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. അപ്പോൾ ടോയ്ലറ്റ് ഇപ്പം സാധാ ടോയ്ലറ്റ് പോലെ വലുതായിട്ടൊന്നും ചെയ്യാനും കഴിക്കാനൊന്നുമില്ല. അപ്പം ഇതാണ് മൊത്തത്തിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും റൂം. നമ്മുടെ റൂം ഇവിടെയല്ല, നമ്മുടെ റൂം മേലെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചണിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഏരിയയാണ്. സ്റ്റൗവ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇത് ചിമ്മിണിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. എനിക്ക് കിച്ചണിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയില്ല. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓരോ ഉപ്പ്, എണ്ണ, ഉപ്പും എണ്ണയും സ്ഥലമാണ്, കല്ലുപ്പ്, പൊടിയുപ്പ്, പിന്നെ മറ്റേ പിന്നെ അത് വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ ക്യാപ്പച്ചീനോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കിയത് അത് കുലുക്കിയിട്ട് വെച്ചതാണ്. അത് പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതാക്കിയതാണ്. പിന്നെ ഒരു സ്ലാബ് ഉണ്ട് താഴെ, മൊത്തത്തിൽ കബോർഡ്സാണ് കേട്ടോ. പിന്നെ തുറന്നൊന്നും കാണിക്കണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഞാൻ തുറന്നൊന്നും കാണിച്ചില്ല. ഓക്കെ, അതാണ് കബോർഡ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയായിട്ടും ഒരു കബോർഡുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടും സാധനങ്ങൾ വെക്കാനുള്ളതുണ്ട്. പിന്നെ അവിടെയും കബോർഡുണ്ട്, അത്യാവശ്യം കബോർഡ് കിച്ചണിലുണ്ട്. ഓക്കെ, നല്ല പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയതും. പിന്നെ ബർത്തോ അല്ല, ഇത് ഷെൽഫാണ് കേട്ടോ ഗൈസ്. ഇത് ബർത്ത് എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേലെ തട്ട് വെച്ചിട്ട് അത് ചെയ്യാനുള്ളതാണ്. പിന്നെ പൊടികളൊക്കെ മേലെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂം മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് സ്റ്റോർ റൂം. നമ്മൾ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണല്ലോ സ്റ്റോർ റൂം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പഴയ ഫ്രിഡ്ജുണ്ട്. പഴയ ഫ്രിഡ്ജാണ് നമ്മൾ മേലെ വീട്ടിൽ, അത് പറഞ്ഞില്ലല്ലോ അല്ലേ, അത് ഞാൻ പറയാം. അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ റൂമും കിച്ചണും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റൗ മാത്രമേ ഉള്ളൂ കേട്ടോ, അതാണ് ഞാൻ പെട്ടെന്ന്. പിന്നെ അവിടുത്തെ ആ പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറപ്പെട്ടി എന്നാണ് പറയാറ് മോസ്റ്റ് ഓഫ് ദ ടൈം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ചൂടോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നതാണ്, ചൂട് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ വർക്ക് ഏരിയൻ്റെ സൈഡിലുള്ളൊരു കിച്ചൺ, അതായത് കിച്ചൺ 2. ഓക്കെ, അവിടെ നമ്മുടെ അടുപ്പുണ്ട്. അടുപ്പിൽ അവിടെ ആണ് അടുപ്പ് വെച്ചിട്ടുള്ള കഞ്ഞി ചോറുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ഒരു സ്ലാബുണ്ട്, സിങ്ക് ഉണ്ട്. അതിൻ്റെ മേലെയായിട്ടൊരു ഷെൽഫ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടും ഒരു ഇതുണ്ട് കേട്ടോ, ഷെൽഫ് പോലത്തെ. അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരും. അത് നമ്മുടെ ഡൈനിങ് ഹാൾ. അവിടെ ഇരുന്നിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. ഇത് ഇത്തിരി സ്പീഡായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. പിന്നെ അവിടെ ഒരു സിങ്ക് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു വാഷ്റൂമാണ്.
ഇത് നമ്മുടെ ഒരു വാഷ്റൂമാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർക്ക് ഏരിയ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു കന്നിമൂല എന്നൊക്കെ നമ്മൾ പറയും. കന്നിമൂല തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വിറക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് പോകും കേട്ടോ, പുറത്തേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നമ്മൾ നേരെ മേലേക്ക് പോവാണ് ഗയ്സ്. അതാണ് ഞാനിവിടെ കാണിച്ചത്. കുറച്ച് മാത്രം സ്റ്റെപ്പ് കയറുന്നൊരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കുറേയൊക്കെ പോസ് ചെയ്തിട്ട് ഇതാക്കിയതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഒരു ഏരിയ. നമ്മുടെ വാഷിംഗ് മെഷീൻ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് അങ്ങനെ. ഓക്കെ, നമ്മുടെ വാഷിംഗ് മെഷീൻ, പിന്നെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ലോഷൻസ്, പിന്നെ പണ്ടത്തെ ഏതോ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട് നമ്മുടെ വീട് തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പെര പണിയുന്നതിന് മുമ്പ് ഈ ഒരു പെരയായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മളിനി മേലെ പെര എന്നാണ് ശരിക്കും ഒരു കുഞ്ഞു പേരിട്ടത്. അവിടെയൊക്കെ അതായത് പശു ഷെഡാണ്. നമുക്ക് പശു ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തും കേട്ടോ. അപ്പം അതും നമ്മുടെ പറമ്പ് തന്നെ, പശുവിൻ്റെ ഷെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് നേരത്തെ മുതൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ കാര്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഫ്രിഡ്ജാണ്. അത് കഴിഞ്ഞ് ഈ ഒരു റൂമും മമ്മീൻ്റെ റൂമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, മമ്മി ഇടയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കിടക്കാറുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ ഫോണൊക്കെ വിളിക്കും കേട്ടോ. അതിൻ്റെ മേലൊരു ബർത്ത് ഉണ്ട്, അവിടെ ഓരോ സാധനങ്ങളുണ്ട്. ഇത് ഏതാണ്ട് മേലെ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ നമുക്കങ്ങനെ പറയാം, അവിടെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സ്റ്റോർ റൂം. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കാണാം. പിന്നെ ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന റൂമും കാണാം. അത് കഴിയും ഇത് ഗസ്റ്റ് റൂമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഗസ്റ്റ് റൂം അതാണ്. ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കുന്നത് കേട്ടോ. നമ്മളൊന്നും ചെയ്യാറില്ല, മേലൊന്നും ചെയ്തില്ല, സാധാരണ കിടക്കുന്ന പോലെ തന്നെ. താഴെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഓക്കെ, ഇവിടുന്ന് 2 വിൻഡോ ഉണ്ട്. ഒരു വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടത്തേക്കുള്ളൊരു വ്യൂവും, പിന്നെ ഒരു ടേബിൾ ഫാൻ ഉണ്ട് കേട്ടോ ഗയ്സ്. പിന്നെ അടുത്ത വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ പുറത്തേക്കുള്ളൊരു വ്യൂവും നമുക്ക് കാണാം. ഓക്കെ, കണ്ടോ, അതൊക്കെ വ്യൂ എടുത്ത് വെച്ചിരിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞ് ബെഡ് കാര്യം, പിന്നെ ഒരു കസാര ഉണ്ട്, പിന്നെ നമ്മുടെ ഷെൽഫ്. ഇത് എല്ലാ തട്ടിലും എല്ലാ റൂമിലും ഉണ്ട്, എക്സെപ്റ്റ് ഞാൻ ആദ്യം മേലേന്ന് കാണിച്ച ഇതാണ് കേട്ടോ. മേലേന്ന് കാണിച്ചൊരു റൂമില്ലേ, അപ്പം മമ്മീൻ്റെ റൂം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല. ഞങ്ങളുടെ റൂമിൽ അങ്ങനത്തെ ഷെൽഫല്ല, വേറൊരു ഷെൽഫാണ്. പിന്നെ ഇവിടെ ഒരു ബെഞ്ചാണ്, അവിടെ വിരിപ്പിട്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഈ ഒരു ബാൽക്കണി വലുതായിട്ടൊന്നുമില്ല, ബട്ട് എന്നാലും ഒരു ചെറിയൊരു ബാൽക്കണി. പിന്നെ ഇവിടുന്ന് ഞാൻ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മേലേക്ക് എത്തും. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ റൂമിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടുന്ന് നോക്കിയാലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇവിടെ ഒരു തൂണുണ്ട്, മതിലുണ്ട്, ഇതുണ്ട്, പില്ലറുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു വീട് പ്രോസസ്സിലാണ്, വർക്കിംഗ് പ്രോസസ്സിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇത്രയേ ഉള്ളൂ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നൊക്കെ നമുക്ക് പറയാം. ഈ വീഡിയോയിനകത്ത് ഞാൻ മോസ്റ്റ് ഓഫ് ദ എല്ലാ വേർഡ്സും യൂസ് ചെയ്തു പോയിൻ്റ് ഓഫ് വ്യൂ. അമ്മ ഹലോ ഗേസ് പറ. ഹലോ ഗേസ്, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നീ പറ ഹലോ ഗേസ് പറ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ എന്ന് പറ. വെൽക്കം ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് എന്നും പറ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്. അപ്പോൾ ഗൈസ്, ഞാൻ വെറുതെ ആ ഒരു ക്ലിപ്പ് എടുത്ത് ആഡ് ചെയ്തതാണ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഇനി എൻ്റെ റൂമിലേക്കാണ് വന്നിട്ടുള്ളത്, എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെ റൂം. ഇത് നമുക്കൊരു ഷെൽഫുണ്ട് ഇവിടെ കേട്ടോ. അതായത് ഒരു അലമാര, ഒരു പെട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 4 കള്ളിയുണ്ട്, 4, 5, 6, 7 കള്ളിയുണ്ട് കേട്ടോ. 7 ഒരു പാർട്ടീഷനുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത്. അതൊക്കെ പൂട്ടിയിട്ടേക്കാം, നമുക്ക് തുറക്കാൻ പറ്റില്ല, അതാണ് തുറന്ന് കാണിക്കാത്ത. പിന്നെ നമ്മുടെ ഫാൻ അതിവിടെയാണ്, ഇവിടെ അല്ല കേട്ടോ വെക്കാറ്, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വെക്കാറ്. ഇത് നമ്മുടെ ബെഡ്. അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പപ്പ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടം, കാരണം രാവിലെയൊക്കെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ലൈറ്റാണ്. അത് കഴിഞ്ഞ് വാതിലിൻ്റെ പുറകിലായിട്ട് ഇതുണ്ട് ഒരു ഏരിയ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്കോ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും നല്ല എക്കോ പ്രൊഡക്ഷൻ കൂടുതലാണ് അവിടെ.
നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എക്കോൻ്റെ പ്രൊട്ടക്ഷൻ തരുന്ന സ്ഥലം അതാണ്. അത് കഴിഞ്ഞ് ഒരു ടോയ്ലറ്റ് നമ്മുടെ റൂമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അതൊരു മീഡിയം സൈസ് ടോയ്ലറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഏതാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാൽക്കണി ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ അവിടെ നിന്നുള്ള ഒരു ബാൽക്കണിയിൽ കാണിച്ചു തന്നത്. അപ്പം ഈ ഒരു ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ സൂം ചെയ്ത് കാണിക്കുന്നതും വേറൊന്നുമല്ല, അതിലേക്കൂടെ പോയി കഴിഞ്ഞാലുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു തൂണുണ്ടായിരുന്നു, അതൊരു പില്ലർ. ഓക്കെ, നേരത്തെ അവിടെ എനിക്ക് തെറ്റ് വന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം തെറ്റ് വരുത്തരുതെന്ന് ഞാൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ വോയിസ് ഓവർ ചെയ്തപ്പം. പിന്നെ അമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. അമ്മ എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. നമ്മുടെ വീട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിന്നെ വീട് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ സ്ഥലത്തൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ മുമ്പിലായിട്ട് തന്നെ ഒരു 6 ചെടിയുണ്ട് കേട്ടോ. 6 ചെടി കറക്റ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഇതുണ്ട് കേട്ടോ, തിണ്ടിൽ അങ്ങനെ കുറേ ചെടികളുണ്ട്. അത് ഞാൻ പറയാം, പച്ചപ്പ് നിറഞ്ഞൊരു വീടാണ്, കാട് പോലെയാണ് എനിക്ക് തോന്നാറ്. ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേഷ്യം പിടിക്കും. ഇതൊക്കെ പറിച്ച് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കണമല്ലോ, അതുണ്ട്. ഇത് വലിയ ഇതാണ്. ഓക്കെ, പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇവിടേക്ക് എത്താം. മറ്റേ വഴി കൂടെ പോയാലും ഇവിടേക്ക് എത്താം. പക്ഷേ വീഡിയോ എടുക്കുന്നതിൻ്റെ ചുമതല ആയതുകൊണ്ട് ഞാൻ 2 വഴി കൂടെ പോയി നിങ്ങളെ കാണിക്കണമല്ലോ. ഓക്കെ, പിന്നെ ഇതൊരു ഗ്ലാസ്സാണ്, ബട്ട് ഗ്ലാസ് പോലെ എനിക്ക് തോന്നുന്നു, മിറർ പോലെ. പക്ഷേ അവിടെ എൻ്റെ പപ്പേൻ്റെ മമ്മീൻ്റെ റൂമുണ്ട്. ഇത് കിണറിനകത്തേക്കൊക്കെ ഞാൻ ഇതാക്കി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതും നമ്മുടെ ഇത് തന്നെ, നമ്മുടെ ഏരിയ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അലക്കല്ല് കാണാം. പിന്നെ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ടായിരുന്നു, അതും നമ്മുടെ പറമ്പാണ്. പിന്നെ ടാപ്പ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് കറ്റാർവാഴേൻ്റെ സെക്ഷനാണ്, അതായത് അലോവേര. ഓക്കെ, അമ്മ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ദൈവമേ വലിയ പറയണ്ട. ഓക്കെ, പിന്നെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വെള്ളം ചാടുമ്പോൾ ആ ഒരു പൈലേക്കാണ് ചാടുക, ഒരു സഞ്ചി വെച്ചെടുത്ത്. പിന്നെ നമ്മുടെ ഗ്യാസ് കുറ്റി ഏരിയ, ഗ്യാസ് വെക്കുന്ന സ്ഥലം അവിടെ ലോക്ക് ചെയ്തിടണം. മറ്റേ താക്കോലല്ല, മറ്റേ സാധനം ഇട്ടിട്ട് ലോക്ക് ചെയ്യൂലേ, അത്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് വലുതായിട്ട് അറിയില്ല. പുകയൊക്കെ അതിൽ കൂടെ തോന്നുന്നു പോകുന്നത്, എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് എത്തും. അതൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ അവിടെയുള്ള കിച്ചണൊക്കെ ഞാൻ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. പറഞ്ഞല്ലോ, അതിലേക്ക് എൻട്രൻസ് അല്ല, നമുക്ക് അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് കാണിക്കാൻ വിട്ടുപോയിന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് പിന്നെ വോയിസ് ഓവർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കാണിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, അത് നമ്മൾ സിങ്കാണ്. പിന്നെ ഈ ഒരു സൈഡിൽ കൂടെയും അങ്ങനെ എല്ലായിടത്തും കൂടെയും ഞാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തൂടെയും ഞാൻ പോകുന്നുണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ മെല്ലെ പോണേ, കുറച്ച് സ്ഥലത്ത് ഇത്തിരി സ്പീഡിലും. പിന്നെ മറ്റേ കൈക്കോട്ട് ഉണ്ടായിരുന്നു, പിന്നെ മൂപ്പുണ്ടായിരുന്നു, പിന്നെ മറ്റേ മന്നാമലയൊക്കെ അടിച്ച് കളയുന്ന സാധനമുണ്ട്, 8 കാലി വല കൂട്ടുന്ന അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടേക്കൊരു മണ്ണ് വെച്ചിട്ടുള്ള മതിലോ അങ്ങനെ എന്തോ പോലെ ഉണ്ട്, എനിക്കങ്ങനെ തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടേക്കും വലുതായിട്ടില്ല, അമ്മയുടെ ബെഡ്റൂമിൽ നിന്ന് ഇത് വരുന്നതാണ്. പിന്നെ മെയിൻ സ്വിച്ച് അവിടെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇടവഴി എപ്പോഴും ഞാൻ കാണിച്ചിരുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ കാർ പോർച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞതോട് യോജിക്കാമെന്ന് നിങ്ങൾ പറയണം. കാരണം എൻ്റെ വീട് മൊത്തത്തിൽ പച്ചപ്പെന്ന് പറഞ്ഞാണ്, അയൽവക്കത്തും ഫുള്ള് പച്ചപ്പ്, ഇവിടെയും പച്ചപ്പ്. അങ്ങനെ ഞാൻ പറഞ്ഞതിനോട് എത്ര പേര് യോജിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.